വ്യക്തി നിയമത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് തന്നെ വരാമെന്ന് തോന്നുന്നു. ഈ ശരീഅത്ത് വിവാദം, അതായത് ഷാബാനു കേസിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള ഒരു വിവാദം, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിമിനൽ പ്രൊസീജിയർ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യഹൂദകളിൽ ഉണ്ടായിട്ടുള്ള അതിൽ വിധവക്ക് മെയിൻ്റനൻസ് കൊടുക്കണം, അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട വിധവക്ക് ഭർത്താവ് പിന്നെ മെയിൻ്റനൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെയിൻ്റനൻസ് കൊടുക്കണം എന്നുള്ള ഒരു ഭേദഗതിയായിരുന്നു. അതിൽ നിന്ന് മുസ്ലിങ്ങൾ, യഹൂദകളിൽ അതിന് പുറത്തായിട്ടാണ് ഉണ്ടായത്. പക്ഷേ പിന്നെ ഷാബാനു കേസിൽ അങ്ങനെ മുസ്ലിങ്ങളെ പുറത്താക്കുന്നത് ശരിയല്ലെന്നും എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ള നിയമമാണ് സിവിൽ രംഗത്ത് ഉണ്ടാവണമെന്നുള്ള ഒരു വിധിയാണ് വന്നത്. അപ്പോൾ ഈ ഒരു വിവാദത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അത് ആ ഒരു വിവാദത്തെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമോ? അത് പിന്നെ അഡോപ്ഷൻ നിയമം പോലെ തന്നെ ഇതിലും ഈ ക്രിമിനൽ ഇത് വന്നപ്പോൾ പിന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിന്നെ അപേക്ഷ പ്രകാരമാണ് എക്സ്ക്ലൂഡ് ചെയ്തത്, മുസ്ലിങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തത്. പക്ഷേ പിന്നെ ഇത് ഷാബാനു കേസ് കൊടുത്ത ആ സമയത്ത് അവരുടെ വക്കീലത് ഇതിങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല, അപ്പം അത് അവതരിപ്പിക്കുന്നതൊക്കെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ പിന്നെ ഇത്രയും പല വശമുണ്ട്, അവർക്ക് എത്രയോ വയസ്സ്, എത്രയോ കാലം ഇയാളുടെ ഭാര്യയായിട്ട് നിന്നതാണ്. പിന്നെ 70 വയസ്സൊക്കെ ആയിട്ടാണ് ഈ തലാക്ക്. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഇത് ഒരു വേഗം അപ്പീൽ ചെയ്യുന്നൊരു സംഗതി ആളുകളുടെ ഇതിൽ, ആളുകൾക്ക് കേട്ടാലത് വേഗം തോന്നും. അപ്പോൾ പിന്നെ പക്ഷേ ഇതിൻ്റെ നിയമവശം വേറെ തന്നെ ഉണ്ടല്ലോ. ഒരാളുടെ ഭാര്യയായി അല്ലാതിരിക്കുക, ആ ഭാര്യക്ക് ഭാര്യ ആവുകയും ചെയ്യുക. ഭാര്യ ചിലവിന് കൊടുക്കേണ്ടത്, ഇവർ വിവാഹബന്ധം ഉണ്ടെങ്കിൽ ചിലവിന് കൊടുക്കേണ്ടില്ലല്ലോ. അതേ അവസ്ഥയിൽ വിവാഹബന്ധം പിന്നെ വിവാഹമോചിതയാണ് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അതേ അവസരത്തിൽ ഈ ഇതിൽ ഏറ്റവും വലിയ ഒരു പിന്നെ ഒരു അപാകത എന്നാണ് ഞാൻ പറയുക സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇത് കോടതിയിൽ, സുപ്രീം കോടതിയിൽ പ്രസൻറ്റ് ചെയ്തതിൽ ഈവൻ പേഴ്സണൽ ലോ ബോർഡ് പോലും പിന്നെ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ശരീരത്തിലുള്ളതാണ് മുത്തുക, മത്താഴ് എന്ന് പറയുന്നത്. അതിനെ അവർ അവതരിപ്പിച്ചത് ഹക്കൻലിൽ മുത്തക്കീങ്ങളുടെ പിന്നെ ബാധ്യതയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ധാർമ്മികമായിട്ടുള്ളതാണ്, നിയമപരമായിട്ടുള്ളതല്ല. വിവാഹമോചിതക്ക് പിന്നെ 4 മാസത്തെ യുദ്ധകാലത്തുള്ള ചിലവ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് പിന്നെ ജസ്റ്റിസ് ഖാലിദ് ഇതിനെ പറ്റിയിട്ട് മുമ്പ് ഒരു വിധിയിൽ സംഗതി സൂചന നൽകുന്നുണ്ട്. അതും ഇവർ ഈ സുപ്രീം കോടതി ജഡ്ജിമാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് അപ്പാടെ തന്നെ ഒരു പിന്നെ ഇസ്ലാം ഫോബിക് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. നബീനെ പറ്റിയും പിന്നെ ഇസ്ലാമിനെ പറ്റി തന്നെയാണ് അതിൽ പരാമർശിക്കുന്നത്. സ്ത്രീകളോട് ചെയ്യുന്ന വളരെ സ്ത്രീവിരുദ്ധമായ മതമാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ ജഡ്ജ്മെൻറ്റിലുണ്ട് എന്നുള്ള AG നൂറാനി അത് വിശകലനം ചെയ്തിട്ട് അദ്ദേഹം പ്രഗത്ഭനായ ഒരു പിന്നെ അഭിഭാഷകനാണ്, അത് പറയുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് ഈ സെക്യുലർ പിന്നെ എല്ലാ പിന്നെ ഈ രീതിയിലാണ് അത് അവതരിപ്പിക്കുക. അതായത് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സങ്കട ഹർജി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇതിൻ്റെ മുമ്പാണത് പിന്നെ ഈ വിധി വരുന്നതിനോ വന്നതിനാണോ എനിക്ക് ഓർമ്മയില്ല. മാതൃഭൂമിയിൽ എം കാരശ്ശേരി ഒരു ലേഖനം എഴുതിയിരുന്നു, സംഘടന. പക്ഷെ അദ്ദേഹം ഇന്നത്തെക്കാളും വളരെ മൈൽഡായിട്ടാണ് അതിൽ എഴുതിയത്. പക്ഷെ അദ്ദേഹം അതിൽ താഹിർ മഹ്മൂദിനെ ഉദ്ധരിച്ചുകൊണ്ട് ശരീഅത്തിൽ തന്നെ ഇതിനൊക്കെ പരിഹാരമുണ്ട്, എന്നിട്ടും ഇത് പിന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയത്. അത് KC നാരായണനാണ് അന്നത് അതിൻ്റെ പിന്നെ വീക്കിലി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ അബ്ദുറഹ്മാൻ സാഹിബ് എന്നോടൊക്കെ ലേഖനങ്ങൾ ആവശ്യപ്പെട്ടു. ഞാനും ആ ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിന് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പല പിന്നെ ആളുകളും മാതൃഭൂമിയിൽ നമ്മളെ വി മുഹമ്മദ് സാഹിബ് അതുപോലെയുള്ള അല്ലാതെ പുറത്തുനിന്നുള്ള NA കരീമിനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ എഴുതിയിരുന്നു, വിളിച്ചിരുന്നു. EMS ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് പിന്നെ പല ചെറിയ നിസ്സാരമായ വിവാഹമോചന കേസുകളൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്തിട്ട് മാതൃഭൂമിയിലും ദേശീയ പോലെയുള്ള മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും ഒക്കെ വരും. ആകപ്പാടെ ഈ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹദ്ദടി എന്നും പറഞ്ഞിട്ട് സ്ത്രീയെ ഹദ്ദടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ വാർത്ത വന്നു. അങ്ങനെ
ഇത് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പൊലിപ്പിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ. പിന്നെ തിരുവനന്തപുരത്തെ വാർത്ത വരുന്നത് അത് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തു ദേശാഭിമാനിയിൽ അങ്ങനെ വന്നത്. അപ്പോൾ അന്ന് കേരളം ഒന്നാകെ ഒരു പിന്നെ വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ EMS എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അതിന്ന് മുതലെടുത്തുകൊണ്ട് ഹിന്ദു പ്രീണനം നടത്തിയിട്ട്, അത് TT ശ്രീകുമാർ അന്ന് അതിനെ പറ്റിയിട്ട് പിന്നീട് എഴുതുന്നുണ്ട്. പിന്നെ അത് പിന്നെ അവർ ഇപ്പോഴും ലീഗിന് വെയ്യാതെ നടക്കുന്നുണ്ടല്ലോ അവർ. അതേ അവസരത്തിൽ അന്ന് ലീഗിനെ കൈവടിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗം അവരുടെ ഭാഗത്തുണ്ടായിട്ടും അത് പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ പിന്നെ ഹിന്ദു പ്രീണനം കൊണ്ട് നല്ല രീതിയിൽ വോട്ട് നേടി അത് വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പം അന്ന് നടന്നിരുന്നത് പിന്നെ ഒരു കേരളം ഒട്ടാകെ ഒരു പിന്നെ ഈ പേഴ്സണൽ ലോവിനെതിരിലും ഇസ്ലാമിനെതിരിലുമുള്ള പിന്നെ പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ബാനറുകളും അതുപോലെയുള്ള പിന്നെ പോസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനം തന്നെയാണ് അതിൻ്റെ മുൻകൈയിൽ ഏറ്റെടുത്ത് വന്നത്. അന്ന് പിന്നെ പല രീതിയിലും അതിന് ആ പ്രതിരോധത്തിന് വേണ്ടി ചെയ്ത കൂട്ടത്തിൽ എല്ലാ പത്രങ്ങളുടെയും പിന്നെ ഓഫീസുകളിൽ പോയി ഞങ്ങൾ. എന്നിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവർ ചെയ്യുന്ന പിന്നെ വസ്തുതാവിരുദ്ധമായ പിന്നെ വാർത്തകളിൽ പിന്നെ ശരിക്കും അവർക്ക് മറുപടി ഇല്ലാത്ത വിധം കാണിച്ചു കൊടുത്തു. ദേശാഭിമാനി പോയി, ദേശാഭിമാനിൻ്റെ അന്നത്തെ ന്യൂസ് എഡിറ്ററെ കണ്ടു. ന്യൂസ് എഡിറ്ററെ കണ്ടിട്ട് അത് പിന്നെ തിരുവനന്തപുരത്ത് നടന്നത് പിന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ല, അത് ജമാഅത്ത് എന്ന് പറയുന്നത് പിന്നെ മഹല്ല് ജമാഅത്തെ ഇസ്ലാമി രണ്ടാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ശേഷം അതിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിരുന്നു. അപ്പോൾ ഈ പലപ്പോഴും ഈ എതിർത്ത് നടക്കുന്നവർക്ക് പോലും എന്തിനാണ് ഇത് എതിർക്കുന്നത് എന്നുള്ള അവർ മനസ്സിലാക്കുന്നത് അന്ന് ആ കാലത്ത് കുറേയൊക്കെ പിന്നെ വിവാഹമോചനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിരന്തരം വിവാഹമോചനം ചെയ്യപ്പെടുകയാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നിരുന്നത്. അപ്പോൾ അത്രക്കും പിന്നെ വ്യാപകമായി ഇത് നടന്നപ്പോൾ ഈ തലശ്ശേരിയിൽ പിന്നെ അന്ന് അഡ്വക്കേറ്റ് സി ഖാലിദ് ഉണ്ട്. അദ്ദേഹം പിന്നീട് ബി ഖാലിദല്ല, സുപ്രീം കോടതിയിലുണ്ടായിരുന്നല്ല, നേരത്തെ ഡിസ്ട്രിക്ട് ജഡ്ജിയായിട്ടും എല്ലാ ഓഫീസറിനാണ് ഈ സി ഖാലിദ്. അദ്ദേഹം അവരുള്ള അഭിഭാഷകരോട് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് പോലും ഈ പേഴ്സണൽ ലോ എന്താണെന്നും അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് തന്നെ ഇത് നമ്മൾ ഈ വക്കീലന്മാരായിട്ട് ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കാതെ ഇത് പിന്നെ നടക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് നമുക്കൊരു പിന്നെ ഇത് വെക്കണം, ഒരു പിന്നെ സെമിനാർ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു യോഗത്തിലേക്ക് TK അബ്ദുള്ള സാഹിബാണ് പോയി പ്രസംഗിച്ചിരുന്നത്. പിന്നെ അബ്ദുറഹ്മാൻ സാഹിബ്, ഷെയ്ഖ് മുഹമ്മദ് കാർക്കുന്ന്, കേരളത്തിലുടനീളം ഒരുപാട് പ്രസംഗങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ആ പ്രസംഗങ്ങൾ മാത്രമല്ല, ഒരു പൊതുപ്രസംഗമായിട്ടായിരുന്നില്ല, സിമ്പോസിയം സെമിനാറുകൾ നടത്തി മറ്റുള്ള ആളുകളെയും കൂടി വരുത്തി അവരുടെ പിന്നെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ സന്ദർഭം കൊടുത്തു. എന്നിട്ട് പറയേണ്ട സംഗതികളും മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ P. ഗോവിന്ദപിള്ളയും സുഗതകുമാരിയെ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാനുള്ള പിന്നെ കൂടുതൽ പുസ്തകങ്ങൾ ഏതാണുള്ളതെന്നൊക്കെ ഇങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അത്രത്തോളം ഇത് പിന്നെ വളരെ ഫലപ്രദമായ ഒരു ഇതായിരുന്നു ഇതിലൂടെ പറഞ്ഞിരുന്നത്. അന്ന് തന്നെയാണ് ഒരു ശരീഅത്ത് പതിപ്പ് നമ്മൾ ഇറക്കിയിരുന്നു, പ്രബോധനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു. അതിൽ പിന്നെ NP മോഹനെ പോലെയുള്ള ആളുകളോട് ലേഖനങ്ങൾ ആവശ്യപ്പെട്ട് ലേഖനങ്ങൾ പിന്നെ അദ്ദേഹം തരികയും ചെയ്തു. അപ്പോൾ ആ പതിപ്പ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം കത്തെഴുതിയിരുന്നു പിന്നെ അതിനെ അഭിനന്ദിച്ചുകൊണ്ട്. അതല്ല 2 ലേഖനങ്ങൾ, അതിലൊന്ന് ശരീഅത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു ലേഖനമാണ്. അത് പിന്നെ പിന്നൊന്ന് അത് ഞാൻ തന്നെയാണ് എഴുതിയിരുന്നത്. പിന്നെ സയ്യിദ് കുത്തുബിൻ്റെ ഒരു ലേഖനമുണ്ട്, ശരീഅത്തും ഫിഖ്ഹും. ഫിഖ് എന്ന് പറഞ്ഞതല്ല ശരീഅത്ത് കുറേ കൂടി ബ്രോഡായിട്ടുള്ളതാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിചിന്തനങ്ങളാണ്, ഇജ്തിഹാദുകളൊക്കെ പെട്ടതാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ദൈവികം എന്ന് പറയുന്നത് ശരീഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ലൊരു ലേഖനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഖനങ്ങളൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ പഴയ ആ നിലപാടിൽ നിന്നൊക്കെ മാറിക്കൊണ്ട്
ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ആഭ്യന്തരമായ പരിഷ്കരണങ്ങളാണ്, അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുമെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട് ഈ ഈ ഈ പിന്നെ കാലത്ത്. അപ്പോൾ അത് ആ കാലത്ത് നടന്ന ആ സംഗതികളാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണത്. NB മുഹമ്മദിനെ പോലെ തന്നെ ഇടതുപക്ഷവും ഈ ഒരു പഴയ അഭിപ്രായങ്ങളിൽ നിന്ന് കുറെ കൂടി പുതിയ സാഹചര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ അവർ ശരിക്ക് മാറി എന്ന് പറയാം. ഇന്നിപ്പോൾ UCC എന്ന് പറയുന്ന പിന്നെ ഈ ഇത് മറ്റേ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നതിൻ്റെ പിന്നെ വക്താക്കളായിരുന്നു ഇടതുപക്ഷം മാത്രമല്ല ഇവിടെയുള്ള മിക്കവാറും എല്ലാ വിഭാഗങ്ങളും. പക്ഷേ ഇതിൻ്റെ പിന്നെ ഈ കാലത്ത് ഒന്നാമതായിട്ട് ബഹുസ്വരത എന്നുള്ള ഒരു പുതിയ തിയറിറ്റിക്കലായിട്ട് അത് വന്നു. ഓരോരുത്തർക്കും അവരുടെ തനിമയിൽ നിന്നുകൊണ്ടുള്ള ഇതാണ് പിന്നെ അവർക്ക് അത് അംഗീകരിക്കണം എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് ഇപ്പം വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ BJP ഇത് ഏറ്റെടുത്തതോടുകൂടി അവർക്ക് പിന്നെ കൂടുതൽ വോട്ട് ബാങ്ക് നല്ലത്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിർക്കലാണെന്ന് തോന്നി. അല്ലാതെ അവർ പിന്നെ എന്നോ അത് ബാബരി പ്രശ്നത്തിലടക്കം അങ്ങനെ തന്നെയായിരുന്നു. ബാബരി മസ്ജിദ് പ്രശ്നം വന്ന കാലത്ത് EMS പറഞ്ഞത് അത് മ്യൂസിയം ആക്കണമെന്നാണ്. അതിൻ്റെ തെറ്റും ശരിയല്ല അദ്ദേഹം പറഞ്ഞത്. എന്നുവെച്ചാൽ അത് പള്ളിയും ആക്കണ്ട, അദ്ദേഹം മത ഇതായതുകൊണ്ട് മതേതരനായതുകൊണ്ട് അത് പള്ളിയും പിന്നെ ക്ഷേത്രവും ആക്കാതെ മ്യൂസിയം ആക്കണം എന്നുള്ള ഇത് ആരാണോ അതിൻ്റെ അവകാശി അവർക്ക് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, അത് നിർണ്ണയിക്കാനല്ല പറഞ്ഞത്, മ്യൂസിയം ആക്കണം എന്നാണ്. അപ്പോൾ അതുപോലെ ഇതും ഇടതുപക്ഷം പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് പല സംഗതി. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പറ്റി അത് ഇതിനു മുമ്പ് അവർക്ക് തൊട്ടുകൂടാത്തവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഈ കേരളത്തിലുള്ള ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി പിന്നെ കിട്ടാൻ കേരള കോൺഗ്രസ്സിന് കിട്ടിയ പോലെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ കൂടുതൽ അധികാരം പിന്നെ നിലനിർത്താൻ സഹായിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലാതെ ഇതിനോട് അടിസ്ഥാനപരമായി വിയോജിപ്പുള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘപരിവാരം ഏക സിവിൽ കോഡ് ഏറ്റെടുക്കുന്നത് ഷാബാനു വിധിക്ക് ശേഷമാണ് അവരുടെ ഒരു മുഖ്യ അജണ്ടയായിട്ട് ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. 89 മുതലാണെന്ന് തോന്നുന്നു അവരുടെ ഇലക്ഷൻ പത്രികയിൽ, ഇപ്പോഴുള്ള 2024 പത്രികയിൽ വരെ ഏക സിവിൽ കോഡ് എന്നുള്ളത് അവരുടെ ഒരു പ്രധാന വാഗ്ദാനമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ സംഘപരിവാരം ഏറ്റെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു പിന്നെ ഈ വയലൻസ് അത് ഉണ്ടാക്കുന്ന ഒരു പിന്നെ ഫാസിസ്റ്റ് സ്വഭാവത്തെ എനിക്ക് തോന്നുന്നത് CPM മാത്രമല്ല, പ്രത്യേകിച്ച് വനിതാ സംഘടനകൾ കൂടി, ഇന്ത്യയിൽ തന്നെ വനിതാ പക്ഷ സംഘടനകൾ കൂടി ഈ ഒരു അഭിപ്രായത്തിൽ, മുമ്പുള്ള അഭിപ്രായത്തിൽ നിന്ന് കുറച്ചുകൂടി മാറിയതായിട്ട് കാണാൻ കഴിയും. ഒരേ സമയം CPM സംബന്ധിച്ചിടത്തോളം അതിൽ ഇലക്ട്രലായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു കാലത്തുണ്ടായിട്ടുള്ള ആക്ടിവിസം കാരണം ഈ ഒരു വനിതാ സംഘടനകൾക്കിടയിൽ കൂടി ഇതിൻ്റെ ഒരു വ്യക്തി നിയമത്തിൻ്റെ ഒരു പിന്നെ ലീഗൽ പ്ലൂരാലിസം, അതിൻ്റെ ഒരു ബഹുസ്വരതയെയും അതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് തീർച്ചയായും ഉണ്ട്. പല ഞാൻ തന്നെ ഒരു കളക്ഷൻ UCCയെ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ പ്രസിദ്ധീകരിച്ചതിൽ നിവേദിതയുടെയും അതുപോലെയുള്ള പല ആളുകളുടെയും പിന്നെ ലേഖനങ്ങൾ, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ലേഖനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവർ ഇതിൻ്റെ ഒരു കാപട്യത്തെ കൂടി അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്ലാവിയ ആഗ്നസിൻ്റെ. ഫ്ലാവിയ ആഗ്നസ് ശരിയാതെ തന്നെ അവർക്ക് മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ വേദിയൊക്കെ ഉണ്ട്. ആ വേദിയിലൂടെ മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കാനുള്ള പിന്നെ ഈ വിവാഹ സംബന്ധമായിട്ടും അല്ലാതെയുമുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ മജ്ലിസ് എന്ന് പറയുന്നത്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള ഒരു ആക്ടിവിസ്റ്റാണ്. അത് അവരിവിടെ പിന്നെ അവരോട് ഞാൻ സമ്മതം വാങ്ങിയിട്ടാണ് അവർ പിന്നെ ഹിന്ദു ലോയിലുള്ള ഈ UCCയെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദു ലോയിൽ പിന്നെ ഉള്ള അപകടങ്ങൾ, അതിലുള്ള പിന്നെ അരുതായ്മകൾ, അതിന് വളരെ വിശദമായിട്ട് ആ ലേഖനം ഈ പിന്നെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ UCCയെ സംബന്ധിച്ചിട്ടുള്ള മുത്തലാഖ്, പിന്നെ ഏക സിവിൽ കോഡ്, ഹിന്ദു കോഡ് എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഉണ്ട്. അതിൽ
ഈ അവരുടെ ആ ലേഖനം, 2 ലേഖനങ്ങളും, ഒന്നോ രണ്ടോ ലേഖനം, രണ്ടിലധികം 2 ലേഖനങ്ങൾ അതിൽ അവരുടേതായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിവേദിതയുടെ ഒരു ലേഖനമുണ്ട്, വേറെയും കുറേ സ്ത്രീകളുടെ ലേഖനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ UCC നടപ്പിലായാൽ തന്നെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഗോവയിലുള്ള പിന്നെ ഏക സിവിൽ കോഡിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ലേഖനം അതിലുണ്ട്. അപ്പോൾ അത് ഇന്ന് അവരുടെ കാഴ്ചപ്പാടും മാറാൻ കാരണം ഇത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇതുകൊണ്ടുള്ള ഉദ്ദേശം പിന്നെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ഉണ്ടാക്കിയിട്ട് അത് അല്ലെങ്കിൽ അങ്ങനെ ആണ് ചെയ്യുന്നത് എന്ന് ഭൂരിപക്ഷ സമുദായത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അത് എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നുള്ള ഒരു എലക്ഷൻ പിന്നെ തന്ത്രം പോലെ തന്നെയാണ് അവർ ഈ സംഗതിയൊക്കെ മുത്തലാഖ് അങ്ങനെ തന്നെയാണ്. അത് ക്രിമിനലാക്കി മാറ്റി അത് അങ്ങനെ ചെയ്യുന്ന പിന്നെ മുത്തലാഖ് ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമാക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ഫലമുണ്ടായി, ഈ സ്ത്രീക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ അവർക്കും അതുകൊണ്ട് ചെലവിന് കൊടുക്കാൻ ഇവർക്ക് ഈ ജയിലിലുള്ള ഒരാൾക്ക് സാധിക്കില്ലല്ലോ. ഇത് മാത്രമല്ല, ഒരാളെ വിവാഹമോചനം ചെയ്യാതെ വേണമെങ്കിൽ പീഡിപ്പിക്കാം. അതുമായിട്ട് പിന്നെയുള്ള ചോദിക്കാനുള്ളത്, പിന്നെ അന്ന് ഇടതുപക്ഷത്ത് നിന്ന് പ്രത്യേകമായിട്ട് ഈ രംഗത്ത് ശരീഅത്തിന് എതിരായിക്കൊണ്ടും അതുപോലെ തന്നെ ആ സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ട ആളുകൾ ആരൊക്കെയായിരുന്നു? അതുപോലെ തന്നെ മുസ്ലിം ഭാഗത്തു നിന്നുകൊണ്ടും ധാരാളമായി എഴുതുകയും പിന്നെ അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഒക്കെ ആരായിരുന്നു അന്ന്? പിന്നെ ധാരാളം ആളുകൾ പിന്നെ എഴുതിയിട്ടുണ്ട്. എന്ത് മിക്കവാറും ഈ മുസ്ലിം പിന്നെ പേഴ്സണൽ ലോനെ എതിർത്തെഴുതിയതെന്ന് പറയുന്നത് പിന്നെ സെക്കുലർ മുസ്ലിങ്ങളാണ്, മറ്റവരെക്കാളും അധികം. പിന്നെ ചില യുക്തിവാദികളുണ്ടാവും, ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ. അതൊരു സ്റ്റാച്ചുറുള്ള ആളുകളൊന്നും അത്ര പിന്നെ ആ കൂട്ടത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് പിന്നെ എടുത്തു പറയാവുന്ന ആളുകളൊക്കെ പിന്നെ കാരശ്ശേരി, അതുപോലെ ഹമീദ് ചേന്നമംഗല്ലൂരാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയ ഒരു പിന്നെ ഐക്കണ് ഈ വിഷയത്തിൽ. ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാകുമ്പോൾ ലേഖനങ്ങൾ ആവശ്യപ്പെടുന്ന അങ്ങനെയുള്ള ആളുകളിൽ നിന്നായിരിക്കും. ഇനി ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്നുള്ളത് ഒരു കാലത്ത് ഒരു ചർച്ച, പിന്നെ ഒരു ഐഡിയ എന്നുള്ള നിലക്കായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനൊരു മൂർത്ത രൂപം കൈവരിച്ചത് ഉത്തരാഖണ്ഡിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു പിന്നെ ഏക സിവിൽ കോഡിൻ്റെ തന്നെ ഒരു ചർച്ച വേറൊരു തരത്തിലേക്ക് കടത്തിരിക്കുകയാണ്. മുമ്പുള്ളത് പോലെയല്ല, ഒരു രൂപമുണ്ട്, ഇന്നതാണ് നിയമം എന്നുള്ള നിലക്ക് എത്തിയിരിക്കുന്നു പുതിയ സംഭവവികാസങ്ങൾ. അത് പഴയതുമായിട്ട് വായിക്കുമ്പോൾ ആ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിനാണ് അത്. ഇപ്പോൾ പിന്നെ 1-2 സ്ഥലത്തെ ഏക സിവിൽ കോഡിനെ പറ്റി അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് അത് നടപ്പിലാകാൻ എന്താണെന്നുള്ളത് പിന്നെ പൂർണ്ണമായിട്ട് ഇനി വന്നു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ എന്ത് തന്നെ ആയാലും അവർ ആ പല സ്ഥലങ്ങളിലും അവിടെയുള്ള പിന്നെ വളരെ വിവേചനപരമായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. കാരണം പിന്നെ നോർത്ത് ഈസ്റ്റിൽ അവിടെയൊക്കെയുള്ള നാഗന്മാർ മറ്റേ പിന്നെ അതുപോലെയുള്ള ആൾക്കാർക്ക് അവരുടെ ആചാരങ്ങൾ ഇവർക്ക് തൊടാൻ പറ്റില്ല. അപ്പോൾ അവരൊന്നും സ്പർശിക്കാതെ, എന്ന് വെച്ചാൽ പിന്നെ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഹിന്ദു നിയമത്തിന് അത് ഹിന്ദു നിയമം തന്നെ അവർക്ക് എല്ലാവർക്കും ബാധകമാക്കാനൊന്നും കഴിയില്ല. കാരണം ഹിന്ദു നിയമത്തിൽ തന്നെ ഈവൻ വിവാഹത്തിൽ തന്നെ പല ജാതി ആചാരങ്ങളുണ്ട്. ഒരു രീതിയിലൊന്നുമല്ലല്ലോ. അമ്പലത്തിൽ നിന്ന് കഴിക്കുന്നതുണ്ട്, വേറെ പിന്നെ അത് സംബന്ധിച്ച് ഒരുപാട് കസ്റ്റംസ് അതിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു സംഗതി ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഒരു മൂർത്തമായിട്ട് വന്നിട്ടൊന്നുമില്ല. ഇനി എന്ത് തന്നെ ആയാലും ഇതിൽ നമുക്ക് ഇപ്പം പറയാൻ കഴിയുന്നത് പല രാജ്യങ്ങളിലും നിയമങ്ങൾ ശരീഅത്ത് നിയമമോ അല്ലെങ്കിൽ പേഴ്സണൽ ലോ ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അവിടെ ഈവൻ തുർക്കിയിൽ പിന്നെ ഒരു കാലത്ത് പിന്നെ ഈ ഇതൊക്കെ ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ വളരെയധികം പിന്നെ മാറ്റി ഒരു ഭൗതികവൽക്കരിക്കുകയൊക്കെ ചെയ്ത നിയമങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ ശരീഅത്ത് ആചരിക്കേണ്ടവർ അവർ അത് ഈ പിന്നെ താഹിർ മഹ്മൂദിൻ്റെ മുസ്ലിം ലോകത്തെ പിന്നെ വ്യക്തി നിയമ ഭേദഗതികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ നിയമപരമായിട്ട് എന്ത് തന്നെ ചെയ്താലും തന്നെ ആളുകൾ പിന്നെ അത്
പിൻപറ്റുക, അതിന് ആചാരപരമായിട്ട് എന്താണോ അല്ലെങ്കിൽ പിന്നെ നിയമപരമായിട്ട് ശരീരത്തിൽ എന്താണോ ഉള്ളത് അവരെന്നെയാണ്. പിന്നെ തർക്കം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക. കോടതിയിലെത്തുമ്പോൾ ഇതുണ്ടാകും. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ശരീഅത്തിൻ്റെ നന്മകളും അതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മെച്ചങ്ങളും അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് ശരിയായ ഒരു ധാരണ പിന്നെ പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് മാറി ചിന്തിക്കേണ്ട, മിക്കവാറും തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് പല പിന്നെ ഇതിനെതിരിൽ പിന്നെ ആളുകൾ ശബ്ദമുയർത്തുന്നൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥമായ ആന്തരികമായ അതിൻ്റെ പിന്നെ ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന സൽഫലങ്ങൾ, അത് പിന്നെ അംഗീകരിക്കാതിരുന്ന ഭവിഷ്യത്തുകൾ, ഇതിനെ സംബന്ധിച്ച് ഒരു ശരിയായ ബോധം തലമുറക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇന്നിപ്പോൾ വിവാഹമോചനം അല്ല ഇന്നത്തെ പ്രശ്നം. 84 മുസ്ലിം സ്ത്രീകളുടെ പിന്നെ കോടതികളിൽ മുഴുവൻ ഇങ്ങനെ മുസ്ലിങ്ങൾ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ക്യൂ ആണ് എന്നും പറഞ്ഞിട്ടൊക്കെയാണ് പ്രചരണം. അന്ന് വലിയൊരു പ്രശ്നമാണത്. ബഹുഭാര്യത്വമാണ് വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. പക്ഷെ ഇന്ന് ബഹുഭാര്യത്വം പോയിട്ട് വിവാഹമോചനം പോയിട്ട് ഇന്ന് പിന്നെ യുവാക്കൾക്ക് മുസ്ലിം സ്ത്രീകളെ പിന്നെ വിവാഹത്തിന് കിട്ടാൻ തന്നെ വലിയ പ്രയാസപ്പെടുന്ന ഒരു ഇതാ വന്നിരിക്കുന്നത്. മാത്രമല്ല വിവാഹമോചനത്തിൻ്റെ ആവശ്യപ്പെടുന്നത് അധികവും സ്ത്രീകൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവർ വിദ്യാഭ്യാസപരമായി ഉയരുകയും അവരുടെ പിന്നെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ബോധം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ മാറും. പിന്നെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ഇന്ന് ആദ്യം ഒരു പ്രശ്നം തന്നെ ഇല്ല. അന്ന് ഈ ശരീഅത്ത് പിന്നെ വ്യക്തി നിയമം മാറ്റണമെന്നും ഒക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട ഇന്ന് ആരായിപ്പം ബഹുഭാര്യത്തിൽ നിന്ന് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് മൈന്യൂട്ടായ അല്ലെങ്കിൽ മൈനറായ പ്രശ്നങ്ങളിൽ കുരുക്കിയിട്ടുകൊണ്ട് അവരുടെ സാമൂഹികമായ മുന്നേറ്റത്തെ തടയാണ് ഇവിടെയുള്ള ഭരണകൂടവും പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അവരുടേതായ ഒരു വികസനത്തിനെ പറ്റി ചിന്തിക്കാൻ ഇതുവരെ അവസരം തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ അതുപോലും അവർക്ക് ഉണ്ടാകുന്നത് മറ്റ് ചില ബാഹ്യമായ സർക്കാർ തലത്തിലല്ലാതെ കണ്ട് അവർക്ക് ലഭിച്ച സാമൂഹികമായ മുന്നേറ്റത്തിലുള്ള ഇപ്പോൾ ഗൾഫിലൂടെയൊക്കെയുള്ള അതിലൂടെയാണ് അവർ വിദ്യാഭ്യാസപരമായി മുന്നേറുകയും പിന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശരീഅത്തിനെ കുറിച്ച് തന്നെയുള്ള ഒരു ഗവേഷണം, സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഇന്ന് പോസിറ്റീവായിട്ടുള്ളതാണ്. പണ്ടെന്നുള്ളതിനേക്കാൾ ഫ്ലാവി ആഗ്നസ് ആയാലും അതുപോലെ തന്നെ നിവേദിത മേനോനൊക്കെ ആയാലും ഇവരൊക്കെ ഇസ്ലാമിലുള്ള മഹർ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വസിയത്ത്, ഇങ്ങനെയുള്ള നിയമങ്ങളുടെയൊക്കെ ഒരു പോസിറ്റീവ് വശം ഇത് മറ്റു മതങ്ങൾക്ക് കൂടി ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിൽ വളരെ പിന്നെ സ്ത്രീപക്ഷമുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതാണ് എന്നുള്ള ഒരു സ്കോളർഷിപ്പ് കൂടി ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അതെ, അത് വളരെ പിന്നെ ശരിയായ ഒരു നിരീക്ഷണമാണ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല പിന്നെ മാറ്റങ്ങൾ വീക്ഷണങ്ങളിൽ പിന്നെ കാരണം അത് കുറച്ചുകൂടി ഇന്ന് പണ്ടത്തെക്കാളും അധികം പിന്നെ ഈ വിജ്ഞാനത്തിൻ്റെ സോഴ്സുകൾ വികസിച്ചിട്ടുണ്ട്. എവിടെ പോയാലും നമുക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പിന്നെ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള ഒരുപാട് സോഴ്സുകൾ ഇന്ന് വികസിച്ചു പോയി. അപ്പോൾ പണ്ടത്തെ പോലെ ഈ പിന്നെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പരിപാടി അങ്ങനെ നടക്കുകയില്ല. മിക്കവാറും ഇത് ചെയ്തിരുന്നത് ഇസ്ലാമിൽ നിൽക്കാൻ പിന്നെ താല്പര്യമില്ലാത്ത ആളുകൾ അവരുടെ ദുഷ്പ്രചരണങ്ങളാണ് നടന്നിരുന്നത്. ഇപ്പം പൊതുമണ്ഡലത്തിലാണെങ്കിൽ ഒരു അധസ്ഥിത സമൂഹം എന്നുള്ള ചിത്രമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ആ അധസ്ഥിത സമൂഹത്തിൽ പരിഷ്കാരികളായ ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്കാണ് പിന്നെ പൊതുമണ്ഡലം സ്വീകാര്യത തോന്നുക, മറ്റവർക്ക് അങ്ങനെയുള്ള ഒരു ഇത് കിട്ടില്ല. പക്ഷെ ആ സ്ഥിതിയൊക്കെ മാറുകയും മാത്രമല്ല ഇന്നത്തെ പിന്നെ ഈ സോഴ്സുകൾ ഈ പിന്നെ ഇൻഫർമേഷൻ്റെ ഇതും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി തന്നെ വികസിച്ചു. പിന്നെ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൈത്തുമ്പിൽ തന്നെ വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് എല്ലാ സംഗതികളും കിട്ടുന്ന ഒരു അവസ്ഥ വന്നു. അതോടുകൂടി ഈ കാഴ്ചപ്പാടുകൾ പിന്നെ ഈ തമസ്കരണം എന്നുള്ള സംഗതി പണ്ടത്തെ പോലെ ഇപ്പോൾ നടക്കുന്നില്ല. അത് ഏത് രീതിയിലും വേണമെങ്കിൽ അത് ഒരാൾ അങ്ങനെ ഒരു
കൗണ്ടർ ചെയ്യാനുള്ള ഒരു സാധാരണക്കാരനെ തന്നെ കൗണ്ടർ ചെയ്യാനുള്ള പിന്നെ ഒരു അന്തരീക്ഷം ഉണ്ടായി വന്നിട്ടുണ്ട്.